നമസ്കാരം. റഷ്യയുടെ അഹങ്കാരം ശമിപ്പിക്കാൻ പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഉക്രൈൻ. അതിനായി റഷ്യയെ അടിക്കുമ്പോൾ മസ്തകത്തിന് തന്നെ നൽകണം. അതാണ് റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ശക്തമാക്കിയതും ഉക്രൈൻ. റഷ്യയിലെ രണ്ടാമത്തെ വലിയ നഗരമായ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ പ്രധാന എണ്ണ ടെർമിനലിന് നേരെയായിരുന്നു ഉക്രൈൻ ഭീമൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. വ്ളാഡിമിർ പുടിന്റെ യുദ്ധതന്ത്രങ്ങളുടെ ജീവനാഡിയായ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ഉക്രൈൻ പ്രത്യാക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. റഷ്യൻ അധിനിവേശം 5ാം വർഷത്തിലേക്ക് കടക്കവേ മോസ്കോയെ സാമ്പത്തികമായി പൂട്ടാനാണ് കീവിന്റെ നീക്കം. ആക്രമണത്തിൽ പോർട്ടിന് കേടുപാടുകൾ സംഭവിച്ചതായാണ് സെന്റ് പീറ്റേഴ്സ് ഗവർണർ അലക്സാണ്ടർ ബെഗ്ലാവ് സമ്മതിച്ചു എങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സെന്റ് പീറ്റേഴ്സ്ബർഗിലും പരിസര പ്രദേശങ്ങളിലുമായി ഉക്രൈൻ വിക്ഷേപിച്ച 72 ഡ്രോണുകൾ റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം വെടിവെച്ചിട്ടതായാണ് അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നത്. എന്നാൽ ശനിയാഴ്ച പുലർച്ചെയുണ്ടായ മറ്റൊരു ഉക്രൈൻ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 10 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റഷ്യൻ അധികൃതർ സ്ഥിരീകരിച്ചു. റഷ്യയുടെ യുദ്ധ ചെലവുകൾക്കുള്ള വരുമാനം കണ്ടെത്തുന്നതിന് ഈ എണ്ണക്കപ്പൽ ടെർമിനലിൽ നിന്നാണെന്നും അതിനാലാണ് ഇത് തങ്ങളുടെ പ്രധാന സൈനിക ലക്ഷ്യമായതെന്നും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കുന്നുണ്ട്. ഉക്രൈൻ അതിർത്തിയിൽ നിന്നും 850 കിലോമീറ്ററിലധികം അകലെയുള്ള സെന്റ് പീറ്റേഴ്സ്ബർഗിലെ എണ്ണ സംഭരണശാലകൾക്ക് പുറമെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രമായ കോൺസ്റ്റാന്റിലും വിജയകരമായ ആക്രമണം നടത്താൻ കഴിഞ്ഞതായാണ് സെലൻസ്കിയുടെ അവകാശവാദം. കൃത്യമായ ദീർഘദൂര ആക്രമണങ്ങളിലൂടെ റഷ്യയ്ക്കുമേൽ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നു. റഷ്യൻ എണ്ണ കപ്പൽ നിലയങ്ങൾക്കു നേരെ ഉക്രൈൻ നടത്തുന്ന തുടർച്ചയായ ദീർഘദൂര ആക്രമണങ്ങൾ റഷ്യയിൽ കടുത്ത ഇന്ധന പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. ഇത് ക്രെംലിന് മേൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത്. ആക്രമണം കടുത്തതോടെ 2014 റഷ്യ പിടിച്ചെടുത്ത ക്രിമിയൻ പെനിൻസുലയിൽ സാധാരണക്കാർക്ക് പെട്രോൾ വിൽക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ പ്രാദേശിക അധികൃതർ നിർബന്ധിതരായി. കൂടാതെ അതിർത്തി നഗരമായ ബെൽഗോറിയയിൽ ശനിയാഴ്ച രാത്രിയുണ്ടായ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പൂർണ്ണമായും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തങ്ങളുടെ എണ്ണ ശുദ്ധീകരണ ശേഷിയുടെ 43% ഉക്രൈൻ ആക്രമണങ്ങളിൽ തകർന്നു വീണതായാണ് കീവ് അവകാശപ്പെടുന്നത്. എന്തായാലും ഈ അവകാശവാദം സ്വതന്ത്രമായി സ്ഥിരീകരിച്ചിട്ടില്ല. 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച അധിനിവേശം തുടരാൻ റഷ്യ പ്രധാനമായും ആശ്രയിക്കുന്നത് എണ്ണ കയറ്റുമതിയാണ്. അതുകൊണ്ട് തന്നെ റഷ്യൻ ഊർജ നിലയങ്ങൾ നിയമാനുസൃതമായ സൈനിക ലക്ഷ്യങ്ങൾ മാത്രമാണ് എന്ന് ഉക്രൈൻ വാദിക്കുന്നത്. അതേസമയം ഈ ആക്രമണങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ ഉക്രൈന്റെ ഡ്രോൺ ആക്രമണങ്ങൾ അത്ര ഗൗരവമുള്ളതല്ല എന്നും തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് വരെ യുദ്ധം തുടരും എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിലപാട്. യുദ്ധക്കളത്തിലെ കടുത്ത പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഉക്രൈൻ ഊർജ നിലയങ്ങളെ ആക്രമിക്കുന്നതെന്നാണ് പുടിന്റെ പരിഹാസം. എന്നാൽ ഇത്തരം ഡ്രോൺ ആക്രമണങ്ങൾ സാധാരണയായി ദശലക്ഷക്കണക്കിന് റഷ്യക്കാരുടെ ജീവിതത്തെ തന്നെ ബാധിക്കാൻ തുടങ്ങിയതോടെ യുദ്ധം തങ്ങളെ ബാധിക്കില്ല എന്ന പുടിന്റെ വ്യാജ പ്രചരണങ്ങളുടെ മുന ഒടിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഡൊണക്സ് മേഖലയിലെ തന്ത്രപ്രധാന നഗരമായ കോൺസ്റ്റാന്റിനോപ്പിളിൽ ആഴ്ചകൾ നീണ്ട തെരുവ് യുദ്ധങ്ങൾക്കൊടുവിൽ റഷ്യൻ സൈന്യം പൂർണ്ണമായും പിടിച്ചെടുത്തതായി പുടിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുദ്ധമുഖത്തെ റഷ്യൻ സൈനിക ആസ്ഥാനം സന്ദർശിച്ച പുടിൻ സൈനികരുടെ നേട്ടത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. യുദ്ധമുന്നണി മുറിച്ചു കടക്കില്ല എന്ന യാഥാർത്ഥ്യവുമായി സെലൻസ്കി വെല്ലുവിളിച്ചിരിക്കുകയാണ്. സെലൻസ്കിയുടെ ഈ നയതന്ത്ര ചർച്ചാ ക്ഷണം ക്രെംലിൻ ഉടനടി തള്ളിക്കളയുകയും ചെയ്തു. ഉക്രൈൻ നിർണായകവും യുദ്ധം അവസാനിപ്പിക്കുന്നതുമായ തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാണ് എങ്കിൽ റഷ്യൻ പ്രസിഡന്റ് സെലൻസ്കിയെ മോസ്കോയിൽ വെച്ച് കാണാൻ തയ്യാറാണ് എന്നാണ് പുടിൻ വക്താവ് വ്യക്തമാക്കുന്നത്. ഇന്ധന പ്രതിസന്ധിയും ഡ്രോൺ ആക്രമണങ്ങളും തന്റെ അധികാരത്തെയോ ജനപിന്തുണയോ ബാധിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് പുടിൻ ഇപ്പോഴുമുള്ളത്.